Hi friends, welcome back to my channel Sims Nurses Corner. നമ്മൾ കേരള PSC സ്റ്റാഫ് നഴ്സിന്റെ DME എക്സാം പ്രിപ്പറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, പോയിന്റ്സിലേക്ക് പോകാം. First question. Phlebostatic axis is the point at intersection of mid-axillary line and line drawing through fourth intercostal space. Mid-axillary line fourth intercostal space ആ ലൈനും തമ്മിൽ യോജിപ്പിക്കാൻ കിട്ടുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ഫ്ലബോസ്റ്റാറ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, DHS ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ DHS ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാൾ ടെൻഡഡ് ഓർ പീക്ഡ് ടി വേവീസ് ഇൻ ECG ഇൻഡിക്കേറ്റ്. ടാൾ ടെൻഡഡ് പീക്ഡ് ടി വേവ് ഇൻ ECG ഇൻഡിക്കേറ്റ് ഹൈപ്പർകലീമിയ. ഓക്കെ, ഹൈപ്പർകലീമിയ. ഹൈപ്പോകലീമിയയ്ക്ക് യു വേവ് ആണ്. പ്രസൻസ് ഓഫ് യു വേവ് ഇൻഡിക്കേറ്റ് ഹൈപ്പോകലീമിയ. ഓക്കെ, നോർമൽ പൊട്ടാസ്യം റേറ്റ് ലെവൽ 3.5 to 5 ആണ്. Next question. Receptor on epidermis that transmit stimuli to the axon through a chemical synapse. Receptor on the epidermis that transmit stimuli to the axon through chemical synapse, that is Merkel cells. Merkel cells. Next question. VAC in back dressing stand for. VAC in back dressing stands for. അതിനകത്തുണ്ടാകുന്ന ഓപ്ഷൻസ്: വീനസ് ആപ്ലിക്കൻ്റ് കവർ, വീനോ ആർട്ടീരിയൽ കൺട്രോൾ, വാക്വം അസിസ്റ്റഡ് ക്ലോഷർ, വാസ്കുലാർ ഏരിയ കവറേജ്. അപ്പം അതിനകത്ത് കറക്റ്റ് ആൻസർ വാക്വം അസിസ്റ്റഡ് ക്ലോഷർ. നമ്മുടെ വാക് ഡ്രസ്സിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, വാക്വം ഡ്രസ്സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ഫിസിക്കൽ എക്സാമിനേഷൻ പൾസ് ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ്സ് പോസിബിലിറ്റി ഓഫ്. ഓൺ ഫിസിക്കൽ എക്സാമിനേഷൻ പൾസ് ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ് ദി പോസിബിലിറ്റി ഓഫ്. ഓപ്ഷൻസ് വായിക്കാം: ലെഫ്റ്റ് ഹാർട്ട് ഫെയിലുവർ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, കാർഡിയാക് ഡിസ്റിത്മിയ, അയോട്ടിക് റിഗർജിറ്റേഷൻ. സോ പൾസ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക്കൽ ആൻഡ് റേഡിയൽ പൾസ്. റേഡിയൽ അല്ലെങ്കിൽ പെരിഫറൽ പൾസും എപ്പിക്കൽ പൾസും ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അങ്ങനെ ഡിഫറൻസ് നോർമലി വരാൻ പാടില്ല. കാർഡിയാക് ഡിസ്റിത്മിയ വരുന്ന പേഷ്യന്റിന് എങ്ങനെ ഒരു ഡെഫിസിറ്റ് വരാറുണ്ട്, അത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെസ്ന വിത്ത് കീമോതെറാപ്പി ഏജൻസ് ഹെൽപ്സ് ഇൻ. Administration of MESNA with the chemotherapy agents helps in protecting the cells. Okay, protecting the cells. അതിനകത്ത് ഓപ്ഷൻസ്: ഫേവറിംഗ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാൻസർ സെൽസ്, പ്രൊട്ടക്ടിംഗ് ദി സെൽസ്, പ്രിവെന്റിംഗ് ഫോർമേഷൻ ഓഫ് യൂറിക് സെൽസ്, ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ഓഫ് WBC. ഓക്കെ, അതിനകത്ത് കറക്റ്റ് ആൻസർ പ്രൊട്ടക്ടിംഗ് ദി സെൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഷ്യന്റ് കംപ്ലൈനിങ് ഓഫ് ഡ്രൈ മൗത്ത് ആൻഡ് സോളോയിൻ ഡിഫിക്കൽട്ടി. ഡ്രൈ മൗത്ത് ആൻഡ് സോളോയിൻ ഡിഫിക്കൽട്ടി. വിച്ച് ഡ്രഗ് കോസ് ദി സൈഡ് എഫക്റ്റ്? ഡൈസൈക്ലോമിൻ ആണ്. ആന്റികോളർജിക് ആണ്. യൂഷ്വലി നമ്മൾ സ്റ്റൊമക്ക് അബ്ഡോമൽ പെയിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്മെനോറിയക്ക് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഡ്രൈ മൗത്തും സോളോയിൻ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത് ഡൈസൈക്ലോമിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോണിയോമീറ്റർ ഈസ് യൂസ്ഡ് ടു അസസ്. ഗോണിയോമീറ്റർ ഈസ് യൂസ്ഡ് ടു അസസ് റേഞ്ച് ഓഫ് മോഷൻ. ROM അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോണിയോമീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ്. ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ് ഓർ ABI ലെസ് ദാൻ 0.9 ഇൻഡിക്കേറ്റ് ഡിമിനിഷ്ഡ് ബ്ലഡ് ഫ്ലോ. അതായത് പെരിഫറൽ വാസ്കുലർ ഡിസീസ് കണ്ടുപിടിക്കുന്നതാണ് ഈ ABI എന്ന് പറയുന്നത്. അപ്പോൾ അത് 0.9 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0.9 എന്ന് പറയുമ്പോൾ അബ്നോർമൽ ആണ്. അത് ഡിമിനിഷ്ഡ് ബ്ലഡ് ഫ്ലോ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സേലം സംബ് ട്യൂബ് യൂസ്ഡ് ഫോർ. സേലം സംബ് ട്യൂബ് യൂസ്ഡ് ഫോർ സ്റ്റൊമക്ക് ഡീകംപ്രഷൻ. ഓക്കെ, സേലം സംബ് ട്യൂബ് യൂസ്ഡ് ഫോർ സ്റ്റൊമക്ക് ഡീകംപ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലബോസ്റ്റാറ്റിക് ആക്സിസ് എന്തോ നോക്കാം. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസും ഈ മിഡാക്സിലറി ലൈനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ. ഈ ഒരു പോയിന്റിനാണ് ഫ്ലബോസ്റ്റാറ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ABI. അതിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് മെഷീൻ കൊണ്ട് നമ്മുടെ ആമിൻ്റെ സിസ്റ്റോളിക് പ്രഷറും അതുപോലെ തന്നെ ഇപ്പോൾ ആംഗിളിൻ്റെ സിസ്റ്റോളിക് പ്രഷറും പോപ്ലിറ്ററി ആർട്ടറിയും ഡോർസാലിസ് പെഡിസും പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറിയും ഡോർസാലിസ് പെഡിസിൻ്റെയും അത് വെച്ചിട്ട് സിസ്റ്റോളിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യും. അതിനകത്ത് നമ്മൾ ഈ ABI ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ സിസ്റ്റോളിക് പ്രഷറും ആം സിസ്റ്റോളിക് പ്രഷറും എപ്പോഴും ആംഗിൾ സിസ്റ്റോളിക് പ്രഷർ ഹയർ ആയിരിക്കണം, ആം സിസ്റ്റോളിക് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 1.3 വന്നാൽ നോർമലാണ്. അതായത് പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഒന്നും ഇല്ല എന്ന്. 0.9 to 1.3 നോർമൽ. ഇത് രണ്ടും 0.9 എബോവ് വന്നു കഴിഞ്ഞാൽ നോർമലാണ്. ഓക്കെ, പുവർലി കംപ്രസബിൾ. ഈ ചാൻസും റിസ്ക്കും കുറവാണ് ഈ ഒരു ഗ്രേറ്റർ ദാൻ 1.3 വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 0.9 ഡിക്രീസ്ഡ് ആയിരുന്ന എന്താണെന്നുള്ളതാണ് ഡിമിനിഷ്ഡ് ബ്ലഡ് ഫ്ലോ ആണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു പെരിഫറൽ വാസ്കുലർ ആർട്ടറി ഡിസീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്
ആതെറോസ്ക്ലീറോസിസ് ആണ്. അത് മേജർ ചാൻസ് ഓഫ് കൊറോണറി ആർട്ടറി ആൻഡ് സെറിബ്രോ വാസ്കുലർ ഡിസീസിന്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അതാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nursing diagnosis may be applied to an individual who is unable to seek or comprehend opportunities, options, and alternatives because of distressed emotional and unmotivated state. നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനുള്ള പേഷ്യൻ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ് എന്തായിരിക്കും എന്ന്. അതിനകത്തുണ്ടായിരുന്ന ഓപ്ഷൻസ് ഡിസ്ട്രാക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു, പവർലെസ്നെസ് ഉണ്ടായിരുന്നു, ഡിസ്റ്റർബ്ഡ് തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. എല്ലാം ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് നമ്മളത് നോക്കി വയ്ക്കുക. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു വേർഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ ഹോപ്പ്ലെസ്നെസ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൈം ദി എൻസൈം അസിസ്റ്റ് ഡ്യൂറിങ് ഗോയിക് ടെസ്റ്റ്. ഗോയിക് ടെസ്റ്റ് എന്തിനാണ്? സ്റ്റൂൾ ഒക്കട്ട ബ്ലഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗോയിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം പെറോക്സിഡേസ് ആണ്. അതായത് കളർ ചേഞ്ച് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എൻസൈം യൂസ് ചെയ്യുന്ന പെറോക്സിഡേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസിംഗ് കാർഡിയാക് ആൻഡ് സർക്കുലേറ്ററി ഡിസ്റ്റർബൻസ്, ദാറ്റ് ഈസ് തയമിൻ ഓർ വൈറ്റമിൻ B1. വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസിംഗ് കാർഡിയാക് ആൻഡ് സർക്കുലേറ്ററി ഡിസ്റ്റർബൻസ് ഈസ് തയമിൻ ഓർ B1. ഓക്കെ, next question. Normal serum calcium concentration. Normal serum calcium concentration is 8.5 to 10.5 milligram per deciliter. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെൻഡാവാലന്റ് വാക്സിൻ ഏതൊക്കെയാണെന്നുള്ളത്? DTP, ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്, ഹെപ്പറ്റൈറ്റിസ് B, പിന്നെ ഹിപ്പ് വാക്സിൻ. ഇത് മൂന്നുമാണ്. ഇത് അഞ്ചുമാണ് പെൻഡാവാലന്റ് വാക്സിൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസീസ് കണ്ടീഷൻ മാനിഫെസ്റ്റ് അറ്റ് കോപ്ലിക് സ്പോട്ട്. കോപ്ലിക് സ്പോട്ട് എന്ന് കേൾക്കുമ്പോഴേ മീസിൽസ് ആണ്. ഓക്കെ, ബക്കൽ മ്യൂക്കോസ. ഒരിക്കലും മറക്കരുത്. കോപ്ലിക് സ്പോട്ട് ഒരു ബ്രൗണിഷ് ഡിസ്കളറേഷൻ, ഒരു പർപ്പിൾ കളർ ഡിസ്കളറേഷൻ എന്നീ ബക്കൽ മ്യൂക്കോസയാണ്. അത് മീസിൽസ് ആണ്. മീസിൽസ് ഈസ് കോസ്ഡ് ബൈ പാരാമിക്സോ വൈറസ്. ഓക്കെ, പാരാമിക്സോ വൈറസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൈം ദ ഓപ്പണിംഗ് ദാറ്റ് കണക്ട്സ് ടു ഏട്രിയ ഓഫ് ദി ഫീറ്റൽ ഹാർട്ട്. ഫീറ്റൽ ഹാർട്ടിന്റെ രണ്ട് ഏട്രിയെ ബന്ധിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം, ഫൊറാമൻ ഒവെയിലാണ്. ഓക്കെ, ഫൊറാമൻ ഒവെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാൽഗോണ്ട ടെക്നിക്. നാൽഗോണ്ട ടെക്നിക് എന്താണ്? എൻഡമിക് ഫ്ലൂറോസിസ്, അതായത് റിമൂവൽ ഓഫ് എക്സസ് ഓഫ് ഫ്ലൂറൈഡ് ഇൻ ദി ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിലെ എക്സസ് ഫ്ലൂറൈഡ് റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് നാൽഗോണ്ട ടെക്നിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാർജറ്റ് ഗ്രൂപ്പ് ഓഫ് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ്. ടാർജറ്റ് ഗ്രൂപ്പ് ഓഫ് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം, WIFS. അത് സ്കൂൾ ഗോയിങ് ബോയ്സ് ആൻഡ് ഗേൾസ്. വീക്ക്ലി എന്ന് പറയുമ്പോൾ തന്നെ സ്കൂൾ ഗോയിങ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോട്ടീൻ റിക്വയർമെന്റ് പെർ ഡേ ഫോർ എ ചൈൽഡ് വിത്ത് സിവിയർ ബേൺസ്. സിവിയർ ബേൺസ് ഉള്ള ചൈൽഡിനുള്ളത് 3 gram per kg ബോഡി വെയ്റ്റ് പ്ലസ് 1 gram per total body surface area percentage. Okay, 3 gram per kg body weight plus 1 gram total body surface area percentage. Next, നമുക്ക് ആ ബേൺ കാൽക്കുലേഷൻ നോക്കാം. ഇത് അഡൾട്ടിൻ്റെ ആണ്. അഡൾട്ടിൻ്റെ ഫേസ് 9%, ഫ്രണ്ടും ബാക്കും 18. ഓക്കെ, 36. രണ്ട് ബോത്ത് ഹാൻഡ്സ് 9. ദെൻ ജെനിറ്റൽ ഏരിയ 1%, ബോത്ത് ലെഗ്സ് 18. ഓക്കെ, ഇനി ചൈൽഡിൻ്റെത് ഫേസ് ആണ് കൂടുതൽ സർഫസ് ഏരിയ, അതുകൊണ്ട് അത് 18% ആണ്. ഇതോർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ജെനിറ്റൽ ഏരിയ അല്ല, 14 ആണ് തൈ. ഓക്കെ, ഇവിടെ 18 വന്ന സ്ഥലത്ത് 14 ആണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അഡൾട്ടിൻ്റെ പോലെ ഫ്രണ്ടും ബാക്കും 18, രണ്ട് ഹാൻഡ് 9%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറ്റിക് കണ്ടീഷൻ കാരിയോടൈപ്പ് 47, അതായത് ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണ്. കാരിയോടൈപ്പ് 47 കാണിക്കുന്നത്. നോർമലി 46 ക്രോമസോം ആണ്, 47 വരുന്നത് ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം ആണ്. ഓക്കെ, ക്ലീൻ ഫിൽറ്റർ സിൻഡ്രോം. പിന്നെ 21st ട്രൈസോമി ഉണ്ട്, അത് ഡൗൺ സിൻഡ്രോം ആണ്. 18th ട്രൈസോമി ഉണ്ട്, അത് എഡ്വേർഡ് സിൻഡ്രോം ആണ്. ഇനി XY, അതായത് ഒരു എക്സ് കുറവുള്ളത് ഓക്കെ, X0 വരുന്നത് X0 ആണ്. XSL, XYL, X0 ടർണർ സിൻഡ്രോം ആണ് വരുന്നത്. ഓക്കെ, എപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഈസ് കൺസേൺഡ് വിത്ത്. മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ എങ്ങനെ, അതിൻ്റെ ഓപ്ഷൻസ് കൂടെ ഒന്ന് വായിക്കാം. എന്തിനെ റിലേറ്റ് ചെയ്തിട്ട് ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഓപ്ഷൻസ്: മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഈസ് ഓൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ FSH. Maturation is purely influenced by LH. Maturation is influenced by both FSH and LH, and maturation is influenced only by progesterone. So right answer is influenced both FSH and LH. Okay. Next question. ICM stands for. ICM എന്താണ് അതിന്റെ അബ്രിവേഷൻ എന്താണെന്നുള്ളത് അതിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മിഡ്വൈഫ്സ്, ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് മിഡ്വൈഫ്സ്,
Indian Council of Midwives, Indian Community of Midwives. The correct answer International Confederation of Midwives. Okay. Next question. Human placental development is from trophoblastic layer. Human placental development is from trophoblastic layer. Then softening and compressibility of isthmus. Then നമ്മുടെ probability symptoms ഉണ്ട് pregnancy-യുടെ അതിൽ വരുന്നതാണ് softening and compressibility of isthmus is Hegar's sign. Okay, Hegar's sign. Next question. CST indicates. CST എന്താണ്? Contraction stress test ആണ്. അതിനകത്തുണ്ടാകുന്ന ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. Continuous stress tesറ്റും contraction stress test, common standard test, contraction standard test. അതിനകത്ത് continuous stress tesറ്റും contraction tesറ്റും നമുക്ക് ഡൗട്ട് ആയിരിക്കും. അപ്പോൾ contraction stress test ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Uterine polarity means neuromuscular harmony between the two uterine segments throughout the labor. Okay, neuromuscular harmony between two uterine segments throughout the labor. Next question. Getting informed written consent from a preoperative patient comes under legal responsibility of nurse. Okay. Next question. Type of assignment in which the nurse provides complete care of assigned patients. That is case method. Okay, അതിന്റെ ഓപ്ഷൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. Functional method, case method, T method, none of this. And correct answer case method. Okay. Next question. Inventory control method is based on the cost of the item. That is HML analysis. Okay. Inventory control method is based on the cost of the items. That is HML analysis. So video കഴിഞ്ഞിരിക്കുന്നു. Thanks for watching. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. Okay. Thank you.